ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയുള്ള ഒരുപാട് വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ ചായ കുടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാലായിരുന്നു കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങുക. എന്തായാലും എനിക്ക് ഫസ്റ്റ് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയായിരിക്കും ചായ മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം കടല തലേന്ന് തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഒരു ചെറിയ സവാളയും പിന്നെ പകുതി തക്കാളിയും 2 പച്ചമുളക് അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 വിസിൽ. ചില കടലകൾക്ക് ചിലപ്പോൾ നല്ല വേവുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, എന്നിട്ട് എത്രയാണ് വിസിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ കടലയൊക്കെ നല്ല വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത്ര വെന്തിട്ടില്ലെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ കടലയൊക്കെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് മൂത്ത് വരുമ്പം ഇതിലോട്ട് നല്ല സിമ്മിൽ വേണം കേട്ടോ തീ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണോടൊക്കെ മുളക് പൊടിയും, കാശ്മീരി ചില്ലിയാട്ടോ ഇത്. നിങ്ങളുടെ കയ്യിൽ ഏതായുള്ള അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളൊക്കെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിൽ എല്ലാം കൂടി ഒന്ന് മിക്സായിട്ടൊന്ന് നല്ലൊരു ഇതേ കണ്ടില്ലേ, ഇതുപോലെ കുറുകി വരണം. നിങ്ങൾക്ക് ഗരം മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പക്ഷേ കടലയിലൊന്നും ചേർക്കലില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് തന്നെയാവും. പിന്നെ അതിൽ നിന്ന് ഞാനൊരു വലിയ സ്പൂണ് കുറച്ച് കടല എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കട്ടിയിലുള്ള ഒരു ഗ്രേവിയോട് കൂടിയ നല്ല അടിപൊളി കടലക്കറി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. പിന്നെ ഞാൻ തേങ്ങ പറയലുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ തന്നെ ചിരകിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാട്ടോ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തുണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കടലക്കറിൻ്റെ കൂടെ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അതിനെ ഒരു ചെറിയ തേങ്ങയൊക്കെ ഫ്രീസറിനകത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാലില്ല ഒരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ ഒരു തണുപ്പൊക്കെ മാറിയിട്ട്, കുറച്ച് തണുപ്പുണ്ടായാലും കുഴപ്പമില്ലല്ലോ, നമ്മളിത് ആവിയിൽ വേവിക്കുന്നതല്ലേ, അങ്ങനെ കിട്ടും. അത് ഭയങ്കര സമാധാനമാണ്. ഞാൻ ഇങ്ങനെ തേങ്ങ ചിരകി വെച്ചാലില്ലേ തേങ്ങൻ്റെ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. അത് ഫ്രീസറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാക്കാനൊരു ഇൻട്രസ്റ്റാണ്. ചിരകണ്ട വിചാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവമാട്ടോ ഈ തേങ്ങ ചിരകൽ. അപ്പം അങ്ങനെ എന്നിട്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിലെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ, നമ്മൾ ചോറില്ലേ ബാക്കി വരുന്ന ചോറ് അത് ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്യുന്ന പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. നമ്മളൊരിക്കലും വിചാരിക്കാത്ത, ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. പുട്ടിൻ്റെ ആ ഒരു പൊടിയൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. നോക്കട്ടെ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കാം. കാരണം അത്രയും നല്ല സോഫ്റ്റാണ് ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ ഞാൻ തലേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ഓർഗനൈസ് ചെയ്യുന്നതും അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അഥവാ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വെക്കാതിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെയ്യാനുണ്ട്. അതിന് മുന്നേ എടുത്ത കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതൊക്കെ ചേർത്തിട്ട് ഞാനിതിൽ ആഡാക്കാം. പിന്നെ കണ്ടെയ്നേഴ്സും ജാർസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അതൊക്കെ കാണിക്കാൻ വേണ്ടി കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങിയത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇനി തീർന്നു കഴിഞ്ഞാലല്ലേ നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് ഞാൻ ഇതേപോലെ റീസ്റ്റോർ ചെയ്യുമ്പം ഞാൻ എന്തായാലും കാണിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കടലക്കറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, ഈസിയും അല്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കലും അതൊക്കെയാണ് കേട്ടോ. കാരണം എനിക്കിന്ന് ലഞ്ചിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇന്നലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിന്, ചിക്കൻ ബിരിയാണി. അപ്പം ആ ചോറുണ്ട്, അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാനങ്ങനെ തന്നെയാണ്, അങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ ആക്കും. അപ്പം പിന്നെ തലേന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള പണിയൊക്കെ തീർക്കുക ചെയ്യുക. നമ്മൾ ഫ്രിഡ്ജിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജസ്റ്റ് ഒന്ന്, നമ്മളിപ്പോൾ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ. നമ്മൾ ഈ പച്ചമുളകായാലും അതുപോലെ മല്ലിയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരാഴ്ച അങ്ങനെയൊക്കെയല്ലേ നമുക്ക് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബോക്സ് കഴുകി വെക്കുക. അപ്പം തന്നെ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ തട്ടൊക്കെ ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാലേ അങ്ങനെ കൂടുതൽ ഡീപ്പായിട്ട് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മളധികവും ക്ലീനിങ്ങിൻ്റെ കൂടെയൊക്കെ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നതും അതുപോലെ പെട്ടെന്ന് നല്ല മടിയുള്ളൊരു സംഭവം തന്നെയായിരിക്കും കേട്ടോ ഒരു ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്. കാരണം അത് നമ്മൾ എത്രത്തോളം വൈകിപ്പിക്കുന്നോ അത്രയും നമുക്ക് പണി തന്നെയായിരിക്കും. ഓരോ സംഭവങ്ങൾ എത്ര നമ്മൾ സൂക്ഷിച്ചാലും ചിലപ്പോൾ കൈതട്ടി മറിഞ്ഞു പോകും, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അത് ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് പോലെ നല്ല എന്താ പറയുക വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. അതങ്ങനെ തന്നെ വെച്ച് നാളെ എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാലില്ലേ നമുക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും അല്ലേ. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെന്നോ എനിക്കറിയില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാനെന്താ ചെയ്യുക, ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഓരോ ബോക്സ് കാലിയാവുമ്പോൾ ആ ഒരു റാക്കിൽ അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടവലോ എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് തുടച്ചെടുത്ത് ആ ഒരു ബോക്സും കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. എല്ലാം കൂടി ഒന്നിച്ചിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാലില്ലേ പിന്നെ ഭയങ്കര മടിയായിരിക്കും. എത്ര തുടച്ചാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കലുണ്ട് കേട്ടോ. ആരെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസാക്കി കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേയുള്ള വ്ളോഗിലും കാണിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനെ പപ്പായ അല്ലെങ്കിൽ ഗ്രേപ്സ് ഇല്ലേ, അത്
കുറച്ച് ചൂടാക്കിയിട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് ജ്യൂസ് ആക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ക്യാരറ്റ്, പേരക്ക ഇതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാലില്ലേ നമ്മൾ ജ്യൂസ് ഷേക്കൊക്കെ ആക്കുമ്പോൾ നല്ല തിക്നെസ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഫ്രീസറിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചിരകിയതുണ്ടാവും, അതുപോലെ ചോറുണ്ടാവും, പിന്നെ ക്രീംസ്, ഇങ്ങനെ ഇതെല്ലാവരും ഉണ്ടാവുന്നല്ലേ, ചീസ്, നഗ്ഗറ്റ്സ്, ഇതൊക്കെ തന്നെ. പിന്നെ അതിൻ്റെ അടിയിൽ തട്ടിലാട്ട ഫിഷും ചിക്കനൊക്കെ വെക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രിയത്തെ ഫുഡ് ഞാനിത് മെയിനായിട്ട് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അരിപ്പൊടിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിട്ടില്ല കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിന് ഇത് വറുക്കണോ അല്ലെങ്കിൽ എന്താ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെയൊക്കെയുള്ള ഓരോ ഡൗട്ട്. ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഈ അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് സാധാ പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് വറുക്കോ അല്ലെങ്കിൽ എന്താ പറയുക ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ പത്തിൽ ചുടുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ കോഴിക്കോട് ഭാഗത്തുള്ള പത്തിരി എന്ന് പറയുന്നത് ഭയങ്കര നൈസായിട്ടുള്ള നൈസ് പത്തിരി അല്ലേ, നിങ്ങൾ പ്രസ്സിലൊക്കെ ആക്കിയെടുക്കുന്ന, അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് റെസിപ്പി നമുക്കറിയില്ല കേട്ടോ. നമ്മൾ കണ്ണൂരുകാർ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുക, നമ്മൾ സാധാ അരിപ്പൊടിയിൽ ഉപ്പും സാധാ പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല കട്ടിയിൽ കുഴച്ചെടുക്കാൻ പാടില്ല, കുറച്ച് നന്നായി ലൂസും ആകാൻ പാടില്ല, എന്നാൽ കുറച്ച് ലൂസിൽ എന്താ പറയുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിലും കുറച്ച് ലൂസിൽ കുഴച്ചെടുക്കുക കേട്ടോ. കട്ടിയാവുമ്പം സൈഡൊക്കെ പൊട്ടും, അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നുകിൽ ഇതുപോലെ ഓട്ടിൽ തന്നെ പരത്തിയെടുക്കുക. ഞാൻ കുറച്ച് കട്ടിയിൽ തടിയിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഇത് ഒറോട്ടി എന്നും പറയാം. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇതിലും നല്ല നേരിയ നൈസായിട്ട് ഓട്ടിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ച് ട്രൈ ചെയ്യുക. ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുമില്ല, നല്ല എന്താ പറയുക 2 ലെയറായിട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നില്ല, എന്താ പറയുക നമ്മൾ മുറിച്ചെടുക്കുമ്പം 2 ഇതളായിട്ട് അങ്ങനെ കിട്ടും. ഒട്ടിപ്പിടിച്ചിട്ടെല്ലാം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാട്ടോ, ഞാൻ പറയാം. പിന്നെന്താ, അപ്പോൾ ഞാനിന്ന് പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീൻ മുളകിട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റാണ് പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ മീഡിയം സൈസ് തന്നെ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, അതുപോലെ 2-3 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ എല്ലാ കറിയിലും യൂസ് ചെയ്യുന്ന തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുമ്പം നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും പച്ചമുളകൊക്കെ കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഏത് കറി ഉണ്ടാക്കുന്ന സമയത്തായാലും ആ ഒരു സവാളയൊക്കെ നന്നായി വഴഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ കൂടെയൊക്കെ ഈ സവാളയും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയൊക്കെ നന്നായി വാടി കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പം ഒരു ചെറിയ തക്കാളി കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്താ പറയുക ചെമ്മീനും കറിക്കൊക്കെ അനുസരിച്ചിട്ട് ഇതൊക്കെ മാറ്റം വരുത്തുക. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടണം. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് അത്ര എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ മുളക് ഏതാണെന്നനുസരിച്ചിട്ടും അതുപോലെ നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടില്ലേ, ആ ഒരു പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു ചെറിയ പീസ് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ല പോലെ എന്താ കണ്ടില്ല, നല്ല മഷി പോലെ ആയിട്ട് വരും. ഇങ്ങനെ കുറച്ച് ക്ഷമയോട് കൂടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലില്ലേ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് അതിൽ നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് അടച്ച് വെച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടിയില്ല നമുക്ക്. അത് നന്നായിട്ട് തന്നെ ഒരു എണ്ണയിൽ ആ പൊടികളൊക്കെ വഴഞ്ഞതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല തിക്കായിട്ട് വന്നേ. അതേ അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ചട്ടിൻ്റെ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളൂല കറി. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1/4 കിലോനോളം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മീൻ കറിക്ക് എന്ത് പഞ്ചസാര, പക്ഷേ നിങ്ങൾ ചേർത്ത് നോക്കട്ടെ. ഞാൻ എല്ലാ മുളക് കറിക്കും അതുപോലെ നമ്മുടെ മത്തിയൊക്കെ വെക്കുമ്പോൾ ഇല്ലേ മുളക് കറിയിട്ട് വെക്കൂലേ, അതിൽ ഇതേപോലെ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു കറിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ വെക്കുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുക, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ആ ഒരു പുളിയും എരിവും ഒക്കെ ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇന്ന് ഉമ്മ ഉണ്ട് കേട്ടോ വീട്ടിൽ. ഉമ്മ വന്നാലില്ലേ ഇതൊക്കെയാണ് ഉണ്ടാവുക പണി. അപ്പോൾ ഉമ്മ എന്തായാലും രാവിലെ പോകും. അപ്പോൾ എന്നോട് പറഞ്ഞ് അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിരുത്തും, ചട്ടിയൊക്കെ ഈ പോട്ടൊക്കെ അപ്പുറത്തൊക്കെ മാറ്റിയിട്ട് നടലും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യലാന്ന് ഉമ്മ വന്നാൽ കേട്ടോ. അങ്ങനെയുള്ള എന്താ പറയുക വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റായി കിട്ടുക. ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കും, അങ്ങനെ ഒന്ന് കെയർ ചെയ്യും, അങ്ങനെ അല്ലാണ്ട് എനിക്കിതിനൊന്നും അത്ര പിടിപാടില്ല. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലപോലെ അറിയാം ഏതൊക്കെ പ്ലാന്റ് എവിടെ വെക്കണം, അല്ലെങ്കിൽ ഏതാ വെയിൽ കൊള്ളേണ്ടത്, അല്ലെങ്കിൽ ഏതാ ഉള്ളിൽ വെക്കേണ്ടത്, എത്ര ദിവസം കൂടുമ്പം വെയിൽ കൊള്ളിക്കണം, അങ്ങനെയുള്ളതൊക്കെ ഉമ്മയായിട്ട് എനിക്ക് പറഞ്ഞുതരാം. കാരണം വീട്ടിൽ ഉമ്മാൻ്റെ കൂടെയുള്ള സമയത്ത് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കലേ ഇല്ല. കാരണം എല്ലാം ഉമ്മ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതൊന്നും ആ ഭാഗത്തേ പോക്കില്ല. പക്ഷെ ഇപ്പോഴതിൻ്റെയൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ ഇങ്ങനെ കാണാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അതിന് നമ്മളൊന്ന് പ്ലാൻസ് ആയാലും എന്ത് കാര്യമായാലും നമ്മൾ അതിനെ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ നമുക്ക് അതിനോട് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുക. എന്ത് കാര്യമായാലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികൾ വളർത്താനും വീട്ടിലിങ്ങനെ വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞാൻ എന്നും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നതിനേക്കും ബൈ.